യുദ്ധത്തിൽ നിന്നും ഒരടി പുറകോട്ടില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായി അലി ഖമനേയുടെ മകനായ മൊജ്തബ ഖമനേയെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ സ്പീക്കറായ മുഹമ്മദ് ബാഗർ ഗലീബഫ് ഇറാൻ ആക്രമണത്തിൽ നിന്നും ഒരടി പുറകോട്ടില്ലെന്നുള്ള കാര്യം അറിയിച്ചത്. റഷ്യയും ചൈനയും ഫ്രാൻസും യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ എണ്ണയുടെ ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. ഇതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും പെട്രോളിയം മന്ത്രിയും തമ്മിലൊരു ചർച്ച നടന്നിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണത്തിന് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. വീടുകൾക്കും അതുപോലെ തന്നെ അത്യാവശ്യ സർവീസിനുള്ള പാചകവാതകത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്.